ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കറിയുടെ ഒരു റെസിപ്പിയാണ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മട്ടൻ കറി റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് റെസിപ്പിയൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. ഇത് ആക്ച്വലി ഒരു കംപാക്ട് റെസിപ്പി പോലെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മട്ടൻ കറിക്ക് വേണ്ട ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുഞ്ഞുള്ളി. ഇനി ഇത് ഇത്ര ഐറ്റംസ് നമ്മൾ കുക്കറിലോട്ടിടുക. ഒരു 4 വിസിൽ, അതായത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. 3 വിസിൽ കേട്ടിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ച് കുക്കറിലോട്ട് ഇടുകയാണ്. ഇത് കുക്കറിലിടുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാഞ്ഞത്. ഡയറക്റ്റ് അതിനകത്ത് ഇടുക. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. മട്ടനകത്ത് തന്നെ വെള്ളം ഇറങ്ങിക്കോളും, നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മളുടെ 4ാമത്തെ വിസിലും കേട്ടതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തീർക്കാൻ പറ്റും. കാര്യം ഒരുപാട് കട്ട് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നും ഇല്ല. ഇനി നമുക്കൊരു മൺചട്ടി വയ്ക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 സവാള സ്ലൈസ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് പെരുംജീരകം ചേർക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന നമ്മളുടെ മട്ടൻ കറി അതിനകത്തേക്ക് ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് നല്ല ചൂട് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഗരം മസാല കൂടെ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും റെഡിയാക്കി നോക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.